ഗാസയിൽ നിന്ന് തുടർച്ചയായ മൂന്നാം ദിവസവും ഇസ്രയേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് അൽ-ഖസം ബ്രിഗേഡിന്റെ റോക്കറ്റ് ആക്രമണം നടന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതോടൊപ്പം ദക്ഷിണ ലബനാനിൽ നിന്ന് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ളയും കൂടുതൽ മിസൈൽ ആക്രമണം നടത്തി. ഗാസയിലെ റഫയ്ക്ക് നേരെയും മറ്റും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. റഫേൽ താമസ കെട്ടിടങ്ങൾക്ക് മേൽ നടത്തിയ ബോംബിങ്ങിൽ 6 കുരുന്നുകളടക്കം 17 പേരാണ് കൊല്ലപ്പെട്ടത്. പിന്നിട്ട് 24 മണിക്കൂറിനിടെ 37 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ തുടരുന്ന ഇസ്രയേൽ റെയ്ഡിൽ മരണം 14ആയി. ഇസ്രയേലിന് $2,640 കോടി അടിയന്തര സൈനിക സഹായം അനുവദിക്കാനുള്ള ബൈഡൻ ഭരണകൂട നിർദ്ദേശത്തിന് അമേരിക്കൻ പ്രതിനിധി സഭ പച്ചക്കൊടി കാട്ടുകയും ചെയ്തു. യുക്രൈന് $6,080 കോടി, തായ്വാൻ ഉൾപ്പെടെ ഇന്തോ പസഫിക് മേഖലയ്ക്ക് $810 കോടി സൈനിക സഹായമായി ലഭിക്കും. സെനറ്റിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ എത്രയും പെട്ടെന്ന് ഇസ്രയേലിനും മറ്റും സൈനിക സഹായം കൈമാറുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഗാസയിൽ പിന്നിട്ട് 7 മാസക്കാലമായി കൊടും ക്രൂരതകൾ തുടരുന്ന ഇസ്രയേലിന് സൈനിക സഹായം നൽകരുതെന്ന സമാധാന കക്ഷികളുടെ അഭ്യർത്ഥന തള്ളിയാണ് ടെൽ-അവീവിനെ വീണ്ടും ആയുധമണിയിക്കാനുള്ള യാങ്കി തീരുമാനം. മേഖലയിൽ സംഘർഷം വ്യാപിക്കാൻ ഇസ്രയേലിനുള്ള US പിന്തുണ വഴിയൊരുക്കണമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. ലോക സംഘർഷം മൂർച്ഛിക്കാനുള്ള നീക്കം കൂടിയാണിതെന്നും റഷ്യ വ്യക്തമാക്കി. 34,000 മനുഷ്യരെ കൊന്നൊടുക്കിയ ഇസ്രയേലിൽ നിന്ന് കൂടുതൽ പേരെ വധിക്കാനുള്ള സഹായമാണിതെന്ന് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു. എന്നാൽ ബൈഡൻ ഭരണകൂട തീരുമാനത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു അഭിനന്ദിച്ചു. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ വിഭാഗവും ഇസ്രയേലിനൊപ്പം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതായും നെതന്യാഹു പറഞ്ഞു. കഴിഞ്ഞ ദിവസം UN-ൽ ഫലസ്തീൻ സ്വതന്ത്ര അംഗത്വം നൽകാനുള്ള പ്രമേയത്തെ രക്ഷാസമിതിയിൽ പിന്തുണച്ച ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ അംബാസിഡർമാരെ വിളിച്ചു വരുത്തി ഇസ്രയേൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇസ്രയേലിലെ ഒരു സൈനിക യൂണിറ്റിനെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളിൽ നെതന്യാഹു പ്രതിഷേധിച്ചു. അത്തരം നീക്കം ഭീകരതയുടെ പിന്തുണയായി മാറുമെന്നും നെതന്യാഹു അമേരിക്കയ്ക്ക് താക്കീത് നൽകി. അതിനിടെ വടക്ക് കിഴക്കൻ സിറിയയിലെ US സൈനിക താവളത്തിന് നേരെ ഇറാഖ് നഗരമായ സുമറിൽ നിന്നാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി US സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയതിനിടെയാണ് തൊട്ടു പിന്നാലെ ആക്രമണമുണ്ടായത്. US പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. US സൈന്യത്തെ പിൻവലിക്കാനുള്ള ചർച്ചകളിൽ പുരോഗതി കാണാത്തതിനെ തുടർന്ന് US സേനയ്ക്കെതിരെ ആക്രമണം പുനരാരംഭിക്കാൻ സായുധ ഗ്രൂപ്പുകൾ തീരുമാനിച്ചതായി ഇറാഖിലെ കതൈബ് ഹിസ്ബുള്ള അറിയിച്ചു. ഈ വർഷം ഫെബ്രുവരി ആദ്യത്തോടെ US-നെതിരായ ആക്രമണം ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ അവസാനിപ്പിച്ചിരുന്നു. ഇത് തുടക്കം മാത്രമാണിതെന്നും ഇവർ വ്യക്തമാക്കി. അതിനിടെ ഗാസയിലേക്ക് കപ്പൽ മാർഗം മാനുഷിക സഹായം എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്താരാഷ്ട്ര ഫ്രീഡം ഫ്ലോട്ട് കൂട്ടായ്മ. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.